കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് തിരിച്ചു വരാതെ ടെൻഷനിലായ നിധി ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷ് ഫോൺ എടുക്കുമ്പോൾ ഹരീഷേ, സുധീഷ് അങ്ങോട്ട് വന്നിരുന്നോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല ഏട്ടത്തി, സുധീഷ് ഏട്ടനും ഏട്ടത്തി ഒരുമിച്ചല്ലേ പോയത്, പിന്നെ എന്തിനാ സുധീഷ് ഏട്ടനും ഒറ്റയ്ക്ക് വരുന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അല്ല രാവിലെ ഇവിടുന്ന് പുറത്തു പോയതാ, ഇതുവരെ എത്തിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ, വിളിച്ചില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ, ഇല്ല വിളിച്ചുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് പ്രശ്നമൊന്നുമില്ല, എന്നാലും രാവിലെ പോയിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്നവളും പറയുന്നുണ്ട്. എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കാം, വിളിച്ചിട്ട് കിട്ടിയാൽ ഞാൻ ഏട്ടത്തിയെ വിളിച്ചു പറയാം, അല്ല അതിനിടയിൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഏട്ടത്തിയോട് വിവരം അറിയിച്ചോളാം, ഏട്ടത്തിയും അവിടെ എത്തിയാൽ എന്നെ വിളിക്ക്, എന്താ അത് പോരെ എന്നവൻ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഹരീഷ് വീണ്ടും സുധീഷിനെ വിളിച്ചു നോക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് ടെൻഷനോടെ എന്തോ ആലോചിക്കുന്നുണ്ട്. അന്ന് മെക്കാനിക്കൽ ഷോപ്പിൽ വന്ന് രാജീവ് സുധീഷിനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ, സുധീഷ് അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അവിടെ സുധീഷും വാ മൂടിക്കെട്ടിയത് കൊണ്ട് കസേരയിൽ കൈയും കാലും ഇട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാജീവിൻ്റെ ആൾക്കാരിലൊരാൾ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാൾ വന്ന് അവൻ്റെ വായിലെ പ്ലാസ്റ്റർ മാറ്റുമ്പോഴേക്കും, അഴിച്ചു വിടടാ, കെട്ടഴിച്ചു വിടാൻ, എന്നെ അഴിച്ചു വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ സുധീഷ് വിളിച്ചു പറയുമ്പോൾ അയാൾ ഒരു ചിരിയോടെ അതൊക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. എന്തിനാടാ വീഡിയോ എടുക്കുന്നേ, ആര് പറഞ്ഞിട്ടാടാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ, അയാൾക്ക് അയച്ചു കൊടുക്കാനാണോ വീഡിയോ എടുക്കുന്നേ, അഴിച്ചു വിടടാ, ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചു വിട് എന്നൊക്കെ സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്. അവിടെ രാജുവിൻ്റെ വീട്ടിൽ സോഫയിലിരിക്കുകയാണ് രാജീവും ഹേമയും അരുണും. പെട്ടെന്ന് അരുണിൻ്റെ മൊബൈൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് അരുൺ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കണ്ട് രാജീവും, അരുൺ നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ, അപ്പോൾ കാലിലുള്ളത് ശരിക്കുള്ള കെട്ടലാന്ന് എല്ലാവർക്കും തോന്നും, കാലിൽ പെയിൻ ആണെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ, അതിനിവിടെ ആരുമില്ലല്ലോ അച്ഛാ എന്ന് അരുണും പറയുന്നുണ്ട്. കാലിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ചിന്ത നിനക്കിലുണ്ടെങ്കിലേ നീ നിധിയുടെ റൂമിലേക്കും ഇങ്ങനെ തന്നെ കയറി ചെല്ലും, അതോടെ എല്ലാം പൊളിയും, നമ്മൾ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് തെളിയുകയും ചെയ്യും എന്ന് രാജീവ് പറയുമ്പോൾ, ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ആ മെസ്സേജിൽ നോക്കുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ ആ ഫോണുമായി അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അച്ഛ ഇത് നോക്ക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവൻ സുധീഷിന്റെ വീഡിയോ അച്ഛനെ കാണിക്കുന്നുണ്ട്. അയാളും സന്തോഷത്തോടെ അവനിനി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയുമ്പോൾ ഹേമയും ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷിന്റെ വീഡിയോ കാണുന്നുണ്ട്. ഹേമയും ഒരു ചിരിയോടെ ആ ഫോൺ അരുണിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊരു അഹങ്കാരമായിരുന്നു അവന്, എന്തൊരു വെല്ലുവിളിയായിരുന്നു അവന്റെ, ഞാൻ ആരാണെന്ന് അവൻ ഇനി അറിയാൻ പോകുന്നേയുള്ളൂ. നിധിയെ ഇനി ഒരിക്കലും അവൻ കാണാൻ പോകുന്നില്ല. അവളെ എവിടെയാക്കി പണവും സ്വർണവും കൊണ്ട് കടന്നു കളഞ്ഞവനെ അവളിനി വിശ്വസിക്കാനോ, അവളുടെ ജീവിതത്തിൽ ഇനി അവൻ വേണ്ട, അവളിനി ഇവിടുത്തെ കുട്ടിയായി ജീവിച്ചാൽ മതി എന്ന് രാജി പറയുമ്പോൾ ഹേമയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. തന്റെ റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധി പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുധീഷ് അവിടെ എത്തിയിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ, എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അവൻ അവരെ കണ്ടിട്ടില്ല എന്നല്ലല്ലോ എന്ന് അരുൺ പറയുമ്പോൾ, സുധീഷ് പണത്തിനു വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് നിധിയും അവനോടായി പറയുന്നുണ്ട്. ഇത് ശരിയല്ല നിധി, നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവൻ കൊണ്ടുപോയത് 1-2 ലക്ഷം രൂപയല്ല, എന്നിട്ടും നമ്മളെ വിശ്വസിക്കാതെ നീ അവനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നേ എന്ന് അച്ഛൻ പറയുമ്പോൾ, സപ്പോർട്ട് ചെയ്തതല്ല അച്ഛാ, സുധീഷ് വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, പക്ഷെ അവൻ ഒരിക്കലും മോഷ്ടിക്കില്ല, ഈ പണവും സ്വർണവും കൊണ്ടുപോകുന്നതൊന്നും സുധീഷിന് വലിയ പരിചയമുള്ള കാര്യമല്ല, എനിക്ക് തോന്നുന്നത് വഴിയിലെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാ, കൂടുതൽ ആലോചിച്ചു നിൽക്കാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു പരിങ്ങലോടെ നിൽക്കാണ് രാജീവും അരുണും ഹേമയും ഒക്കെ. അപ്പോഴേക്കും സാന്ദ്രയും അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷിന് എന്താ പറ്റിയെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ, അല്ല സുധീഷാണ് പണം എടുത്തതെങ്കിൽ അതും പോലീസ് കണ്ടുപിടിക്കട്ടെ, പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ എന്ന് നിധി പറയുമ്പോൾ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ, ഇത്രയും പണവും സ്വർണവും വണ്ടിയിൽ കൊണ്ടുപോയി എന്നുള്ളത് തന്നെ നമുക്കെതിരെയുള്ള കേസായിരിക്കും, ആ പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും സോഴ്സ് എവിടെയെന്ന് കാണിക്കാൻ പറയില്ലേ, അക്കൗണ്ടിൽ കാണിക്കാത്ത പണം വെച്ചിട്ടുള്ള ബിസിനസ് വർഷങ്ങളായിട്ടുള്ള പതിവാ, അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റില്ല, അതുകൊണ്ടാ അരുൺ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാ ഇക്കാര്യം വന്നപ്പോൾ ഞാൻ അവനെ ഒന്ന് ആശ്രയിച്ചു പോയത്, അതിപ്പോൾ അതിനേക്കാൾ പ്രശ്നമായി എന്ന് രാജീവ് പറയുമ്പോൾ, അച്ഛാ നമ്മൾ പറയുന്നതൊന്നും ഇവൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് അരുൺ എഴുന്നേൽക്കുമ്പോൾ അച്ഛനും അവൻ്റെ കൂടെ എഴുന്നേൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഇതെങ്ങോട്ടാ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, ഇവിടെ വീടിൻ്റെ അവസ്ഥ തന്നെ മോശമായിക്കൊണ്ടിരിക്കുക, പിന്നെയാ നീ എൻ്റെ കാര്യം അന്വേഷിക്കുന്നേ എന്ന് അരുണും അവളോടായി പറയുന്നുണ്ട്. അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ് അരുൺ അച്ഛനെയും വിളിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹേമയും നിധിയുടെ അടുത്തേക്ക് വന്ന്, ഇനിയും ആ കുടുംബത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ തോന്നുന്നുണ്ടല്ലോടി നിനക്ക്, ഇനിയെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും പറയുന്നതൊന്ന് വിശ്വസിക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ഹേമയും അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ നിധിയും ടെൻഷനോടെ തൻ്റെ റൂമിലൂടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹേമയും അങ്ങോട്ട് എത്താണ്. നിധി മൊബൈൽ എടുത്ത് സുധീഷിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സുധീഷേ എവിടെയാ, പണവും സ്വർണവും അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരുന്നു, ഇവിടെ വീട്ടിലാകെ പ്രശ്ന, എവിടെയാണെങ്കിലും ഈ മെസ്സേജ് കണ്ടാലൊന്ന് വിളിക്കണം എന്നും പറഞ്ഞ് നിധി മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴേക്കും ആ മെസ്സേജ് ഡെലിവർ ആവുന്നില്ലായിരുന്നു.
അവള് ടെൻഷനോടെ വീണ്ടും അവനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. ഹേമയും അങ്ങോട്ട് കയറി ചെന്ന് എന്താടി എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ അത് ശരി, അപ്പോൾ ഞങ്ങൾ പറയുന്നതൊന്നും നീ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അല്ലേ? ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ അവനും അവന്റെ വീട്ടുകാരും നിന്നെ എന്താടി ചെയ്തത്? ഒരു 4 മാസം കൂടി നീ അവിടെ തികച്ചു നിന്നിട്ടില്ലല്ലോ. ഇനിയും അവനെ അവന്റെ വീട്ടുകാരെ നീ വിശ്വസിക്കാണല്ലോ. എനിക്ക് നിന്നെ കാണുമ്പോൾ വിഷമം തോന്നും മോളെ. ഇങ്ങനെ തെറ്റായ ആളുകളെ നീ ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഹേമ ടെൻഷനോടെ പറയുമ്പോൾ അമ്മേ, അവരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ചിന്തിക്കും പോലെ അത്ര മോശം ആളുകളൊന്നും അല്ല അവര്. അച്ഛൻ പണവും സ്വർണവും കൊടുത്തു വിടുമ്പോൾ സുധീഷ് എത്ര തവണ ആലോചിച്ചിട്ടുണ്ടാവും എന്നറിയോ? സുധീഷിന് പോവാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ കൂടി നിർബന്ധിച്ചിട്ടാ സുധീഷ് പോയത്. പണവും സ്വർണവും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ എന്തിനത്ര ആലോചിക്കണം എന്ന് നിധി ചോദിക്കുമ്പോൾ വേറെന്താ ആലോചിക്കാൻ? പണവും സ്വർണവും ഇപ്പോൾ കൊണ്ടുപോകണോ അല്ല കുറച്ചു കാലം കൂടി കഴിഞ്ഞ് എല്ലാം ചൂണ്ടിയെടുത്ത് കൊണ്ടുപോകണോ എന്നാലോചിച്ചതാവും. അവസാനം കിട്ടിയതും എടുത്ത് മുങ്ങി അതെങ്കിൽ അത് എന്ന് കരുതിയിട്ടുണ്ടാവും എന്ന് ഹേമയും പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങളുടെ തലയിൽ കയറുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമയും ദേഷ്യത്തോടെ അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നതൊന്നും എന്താ നിനക്ക് മനസ്സിലാവാത്തെ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിന് മാത്രം നീ ഉത്തരം പറയ്. കല്യാണത്തിന് മുന്നേ അവന്റെ വീട്ടിന്റെ കാര്യം അവൻ നിന്നോട് പറഞ്ഞിരുന്നോ? അഥവാ അവൻ പറഞ്ഞിരുന്നെങ്കിൽ അത് സത്യമായിരിക്കില്ല. അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ആ വീട്ടിലേക്ക് പോയില്ലായിരുന്നു. വീടിനെയും വീട്ടുകാരെയും പറ്റി നിന്നോട് കള്ളം പറഞ്ഞ് ചതിച്ചവൻ പണം കണ്ടപ്പോൾ നിന്നെ ചതിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതിന് നീ ആദ്യം ഉത്തരം പറയ്. അത് കേട്ട് അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഉത്തരവില്ല അല്ലേ? എങ്ങനെ ഉണ്ടാവാനാ? അവനൊരു കള്ളനും ഫ്രോഡും ആണെന്ന് നിന്റെ അച്ഛന് നേരത്തെ ബോധ്യപ്പെട്ടതാ. എന്നിട്ടും നിന്റെ അച്ഛൻ അവിടെ വന്ന് താമസിച്ചു, ആഹാരം കഴിച്ചു. എന്തിന്? നിനക്കത് ഇഷ്ടമാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി. എന്തിന്? അവനെയും കൂട്ടി ഈ വീട്ടിൽ വരെ വന്നു. എന്നിട്ടും വെറും 4 ദിവസം കൊണ്ട് അവൻ അവന്റെ തനി സ്വഭാവം കാണിച്ചു. അച്ഛൻ അവനെ വെറുതെ എവിടെയൊന്നും നീ കരുതണ്ട. എവിടെയായിരുന്നാലും അച്ഛൻ അവനെ കണ്ടുപിടിക്കും. അവന് കിട്ടാനുള്ളത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞത് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് പേടിച്ച് അച്ഛൻ ആരുടെയും മുഖത്ത് പോലും നോക്കാറില്ല. അപ്പോ പിന്നെ നീ കല്യാണം കഴിച്ചത് ഒരു കള്ളനെയാണെന്ന് കൂടി അറിഞ്ഞ ഈശ്വര, എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ നോക്കും? ഈ അടുത്ത രാജീവേട്ടനൊന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ വീണ്ടും ഈ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ട അവസ്ഥയായല്ലോ ഞങ്ങൾക്ക്. ഇതിപ്പോ നിന്റെ ജീവിതം പോയി, ഞങ്ങളുടെ അന്തസ്സും പോയി, കയ്യിലുള്ള കാശും പോയി. എല്ലാം ആ നശിച്ചവൻ കാരണമാണല്ലോ എന്നോർക്കുമ്പോ എന്ന് ഹേമ ദേഷ്യത്തോടെ പറയുമ്പോ നിധിയും ഒന്ന് മതിയമ്മേ നിർത്ത്. അല്ലെങ്കിലും എനിക്ക് വേണ്ടത്ര ടെൻഷൻ ഉണ്ട്. ഇനി അത് കൂട്ടാൻ വേണ്ടി ഓരോന്നും പറയല്ലേ. കുറച്ചു നേരം എന്നെ ഒറ്റയ്ക്ക് വിട് പ്ലീസ് എന്ന് നിധി പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് ആ കാശ് വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ അതോടെ ആ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കണം. ഇങ്ങനെയൊരു നശിച്ച ബന്ധം നിനക്ക് വേണ്ട. ഞാൻ നിന്റെ കാല് പിടിച്ചു പറയാണ്. ഇനി നീ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടല്ലേ മോളെ എന്ന് ഹേമ പറയുമ്പോൾ നിധിയും ദേഷ്യത്തോടെ അവരെ നോക്കി തൊഴുന്നുണ്ട്. ഹേമ ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ അവിടെ ഇരുന്ന് സുധീഷിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. സുധീഷ് അങ്ങനെ ഒരാളല്ല. സുധീഷിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നിധി ടെൻഷനോടെ പറയുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിൽ ഉമ്മറത്തെ കട്ടിലിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അവരുടെ അച്ഛൻ ഭാസ്കരൻ. അപ്പോഴും ഹരീഷ് സുധീഷിനെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനെ ചായയായി അങ്ങോട്ടെത്തിയ സുഭാഷും ഹരീഷിന്റെ നിൽപ്പ് കണ്ട് എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ ഒരു ടെൻഷൻ പോലെ എന്നവനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ എന്താ ഹരീഷ് ഏട്ടാ, വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഹേയ് ഒന്നുമില്ല. സുധീഷ് എന്നെപ്പോഴാ സുഭാഷ് ഏട്ടനെ ലാസ്റ്റ് വിളിച്ചത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇന്നലെ വിളിച്ചിരുന്നു. എന്തേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഇന്ന് വിളിച്ചില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിന്നെയോ എന്ന് നികേഷിനോടായി ചോദിക്കുമ്പോൾ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഹരീഷ് ഏട്ടനെ വിളിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത് എന്ന് നികേഷ് പറയുന്നത് ഉമ്മർത്തിരിക്കുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ട് ട്രൈ ചെയ്യുന്നതാ, ഫോൺ സ്വിച്ച് ഓഫാ, എന്തോ വല്ലാതെ തോന്നുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ അതിനെന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവൻ നിധിയുടെ വീട്ടിലല്ലേ, അവരെവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയതൊന്നും അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്ന് സുഭാഷ് അവനോടായി പറയുന്നുണ്ട്. അപ്പോഴും ടെൻഷനോട് നിൽക്കുന്ന ഹരീഷിനെ കണ്ട് എന്തു പറ്റി എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സുഭാഷും ചിരിയോടെ നികേഷിനോടായി നേരിട്ട് കണ്ട രണ്ടും കീരിയും പാമ്പും പോലെയാ, ഒന്ന് കാണാതിരിക്കാന്ന് വെച്ചാൽ രണ്ടിനും പറ്റുകയില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ അടിയുണ്ടാക്കാൻ പറ്റാതെ ബോറടിച്ചിട്ടാണെന്നാ എനിക്കും തോന്നുന്നേ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ, ഇനി അഥവാ അവനെ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് നിധിയുടെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ? അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ അവൾ കൊടുക്കില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഹരീഷ് ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് അന്ന് മെക്കാനിക്കൽ ഷോപ്പിൽ വന്ന് സുധീഷ് തന്നോട് രാജീവ് അവനോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അവൻ അതും ആലോചിച്ചുകൊണ്ട് അതല്ല സുഭാഷ് ഏട്ടാ, ഒരു കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ എന്താടാ, എന്തു പറ്റി എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഏടത്തി എന്നെ കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞതാ, സുധീഷ് ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചോ എന്ന് ചോദിച്ചു. സുധീഷ് ഏട്ടനെ വിളിച്ച് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി നിന്നെ എപ്പോഴാ വിളിച്ചേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. 1 മണിക്കൂറായി കാണും എന്ന് ഹരീഷ് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇപ്പോൾ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും.
ഫോൺ ചാർജിൽ വെച്ചതായിരിക്കും, അതവൻ്റെ സ്ഥിരം ഏർപ്പാടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിധിയെ വിളിക്ക് എന്ന് ഹരീഷിനോടായി പറയുന്നുണ്ട്. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നികേഷ് പെട്ടെന്ന് ഫോൺ എടുത്ത് നിധിയെ വിളിക്കുന്നുണ്ട്. റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയും നികേഷിൻ്റെ കോൾ കണ്ട് ഹലോ ഹലോ നികേഷേ എന്ന് വിളിക്കുമ്പോൾ ഏട്ടത്തി ഹരീഷ് ഏട്ടൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, സുധീഷ് ഏട്ടൻ ഇതുവരെ വീട്ടിലെത്തിയില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. സുധീഷ് ഇതുവരെ അവിടെ എത്തിയില്ലേ നികേഷേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ കൂടെ അങ്ങോട്ട് വന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വരുന്നേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധിയും ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിപ്പാണ്. എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാതെ എന്ന് നികേഷ് ചോദിക്കുന്നത് കേട്ട് എടാ നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ട് മോളെ എന്താ പ്രശ്നം, സുധീഷ് ഇതുവരെ വീട്ടിലെത്തിയില്ലേ, അവൻ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ, രാവിലെ ഒരാവശ്യത്തിന് പുറത്തേക്ക് പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല, വിളിച്ചൊരു ഫോണും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഹരീഷിനെ വിളിച്ച് അവിടെ എത്തിയോന്ന് ചോദിച്ചേ എന്ന് നിധി പറയുമ്പോൾ മോളെ നീ ഹരീഷിനെ വിളിച്ചിട്ട് 1 മണിക്കൂറായില്ലേ, ഇതുവരെയായിട്ടും അവൻ വന്നില്ലേ, എവിടെ പോയതായിരിക്കും എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആവണ്ട, ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് നിധി പറയുമ്പോൾ അവൻ എങ്ങോട്ട് പോയതാ മോളെ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അച്ഛനൊരാവശ്യത്തിന് വേണ്ടി രാവിലെ പറഞ്ഞു വിട്ടതാ, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല, എവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ, അതാ ഞാൻ അങ്ങോട്ട് വന്നോന്നറിയാൻ വിളിച്ചത്, എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം, അങ്ങോട്ട് വന്നാൽ എന്നെ ഒന്ന് വിളിച്ച് വിവരം അറിയിക്കണേ, ഇവിടെ എത്തിയാൽ ഞാനും വിളിച്ച് പറയാം എന്നും പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അവനിത് എവിടെ പോയതായിരിക്കും എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷും പെട്ടെന്ന് അച്ഛനാ സുധീഷിനെ പറഞ്ഞയച്ചത് എന്ന് നിധി പറഞ്ഞ കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. ഏട്ടാ അയാൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, അയാൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ കാര്യം നീ പറയുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അയാൾ ആ രാജീവ് ശങ്കർ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് നിധിയുടെ അച്ഛനല്ലേ, അയാൾ എന്തിനു അവനെ എന്തെങ്കിലും ചെയ്യണം, അയാളല്ലേ അവരെ എവിടുന്ന് വിളിച്ചു കൊണ്ടുപോയത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യാവുന്നേ, സുധീഷ് ചേട്ടൻ എന്നോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്ത് പറഞ്ഞു എന്നാ നീ പറയുന്നത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അന്ന് ഏട്ടത്തിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലേ, അന്ന് രാവിലെ അയാൾ സുധീഷ് ചേട്ടനെ കണ്ടിരുന്നു, അപ്പോഴയാൾ പരസ്യമായിട്ട് സുധീഷ് ചേട്ടനെ വെല്ലുവിളിച്ചതാ, ഒരാഴ്ചക്കുള്ളിൽ ഏട്ടത്തിയും സുധീഷ് ചേട്ടനെയും പിരിക്കുമെന്ന്, അതും പറഞ്ഞ് സുധീഷ് ചേട്ടനെ അയാൾ നന്നായി വരട്ടിയിട്ടുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ എന്തൊക്കെയാടാ നീ പറയുന്നേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതേ സുഭാഷ് ചേട്ടാ, അയാൾ ഇങ്ങോട്ട് വന്നത് എന്തോ വലിയ പ്ലാനുമായിട്ടാ, അയാൾ ഉറപ്പായിട്ടും എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് ഹരീഷ് ടെൻഷനോട് പറയുമ്പോൾ അത് കേട്ട് ഉമ്മറത്തെ കട്ടിലിരിക്കുന്ന അവരുടെ അച്ഛനും പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽക്കലേക്ക് വരുന്നുണ്ട്. സുധീഷ് ചേട്ടൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല ടെൻഷനിലായിരുന്നു, അയാൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി സുധീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, ഞാനത് കാര്യാക്കാതെയിരുന്നു എന്ന് ഹരീഷ് ടെൻഷനോടെ പറയുന്നത് കേട്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ നിനക്കിതൊക്കെ നേരത്തെ പറയായിരുന്നില്ലേ, അറിഞ്ഞെങ്കിൽ ഞാൻ അവനെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചേട്ടനാ പറഞ്ഞത് ആരോടും പറയേണ്ടാന്ന്, മിനിയാന്ന് രാത്രി വിളിച്ചപ്പോഴും സുധീഷ് ചേട്ടൻ ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്, ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് ഒരു പെരുമാറ്റവും ഏട്ടത്തി ഇല്ലാത്തപ്പോൾ വേറൊരു പെരുമാറ്റവും എന്നൊക്കെ ഹരീഷ് പറയുന്നത് കേട്ട് ടെൻഷനോടെ അവരെ നോക്കി നിൽക്കുന്ന അവരുടെ അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.